ഗായ്സ്, അപ്പോൾ നമ്മുടെ കമ്മീഷന് തൊട്ട് മുമ്പുള്ള ദിവസമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ 3 പേര് ക്ലാസ് എടുത്ത് കാണിക്കണം. അത് ആരുമാകാം, ഞങ്ങൾ 49 പേരിൽ ആരുമാകാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്നോട് പ്രവൃത്തി പരിചയവും പിന്നെ മാത്സും എടുത്ത് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് എയ്ഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിലേക്ക് പോയി. ഗായ്സ്, ഇപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ നമുക്കിതൊരു സ്റ്റിമുലേഷൻ മെത്തേഡിലാണ് എടുക്കേണ്ടത്. ഞങ്ങളുടെ അധ്യാപകർ വിദ്യാർത്ഥികൾ തന്നെ സ്റ്റുഡൻസ് ആയിട്ടിരിക്കും, ഞങ്ങൾ ക്ലാസ് എടുക്കണം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ റിവ്യൂ പറയണം. ഗായ്സ്, അത് കഴിഞ്ഞ് നമ്മുടെ സാരംഗി കലാപഠനത്തിന് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തത് ഞാനൊരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം ഞാൻ അടുത്ത ക്ലാസ് മാത്സിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോ പറഞ്ഞല്ലോ, സാരംഗിയാണ് മിടുക്കി. ജോമെട്രി ബോക്സിലെ അല്ലെങ്കിൽ ജാമിതീയ ബന്ധിയിലെ എന്താ മട്ടകോണുകൾ അല്ലെ? ഈ മട്ടകോണൊക്കെ രണ്ടിനും 2 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചില്ലേ? എസ്സിൽ പഠിച്ചായിരുന്നോ? പഠിച്ചു. എന്തായിരുന്നു മോനെ പറഞ്ഞേ? ഇതിന്റെ മൂന്ന് കോണ് 60 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന് എന്തായിരിക്കും വേറെ പ്രത്യേകത ഉള്ളത്? പറഞ്ഞേ. 3 വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും. ആ കൊടുത്തേക്ക് എല്ലാരും എടുക്കാൻ. അപ്പോ 3 കോണുകൾ തുല്യമായാൽ 3 വശവും തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ത്രികോണത്തിന് ഒരു പേര് പഠിക്കുമെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സമഭുജ ത്രികോണങ്ങൾ. എന്താണ്? സമഭുജ ത്രികോണങ്ങൾ. ഗൈസ്, എൻ്റെ ബ്ലോഗ് നല്ല ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ ബാലൻസ് സെക്കൻഡ് ബ്ലോഗിലിടുന്നതായിരിക്കും. ബൈ. ഉറപ്പാണ്. ഓക്കെ, മിടുക്കി പോയിരുന്നേ. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാൻ ഉണ്ടോ?